മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഹിറ്റായി മാറുകയും എക്കാലവും പ്രേക്ഷക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതുമായ ഒരു ചിത്രമാണ് മോഹൻലാലിന്റെ യോധ. അക്കസേട്ടനെയും ഉണ്ണിക്കുട്ടനെയും ഒക്കെ നമുക്ക് സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ സംഗീത് ശിവൻ നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. മലയാളികൾ എക്കാലവും മനസ്സിൽ സൂക്ഷിക്കുന്ന സിനിമകളായ യോധ, ഗാന്ധർവമടക്കമുള്ള നിരവധി ശ്രദ്ധേയ ചിത്രങ്ങളുടെ സംവിധായകനും പല സിനിമകളുടെയും ഛായാഗ്രാഹകനുമായിരുന്നു ഇദ്ദേഹം. കലാകുടുംബത്തിൽ നിന്നാണ് സംഗീത് ശിവന്റെ വരവ്. പ്രമുഖ സിനിമാറ്റോഗ്രാഫറും സംവിധായകനുമായ ശിവനാണ് പിതാവ്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സന്തോഷ് ശിവനും സംവിധായകൻ സഞ്ജീവ് ശിവനും ഇദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ്. രോമാഞ്ചം എന്ന സിനിമയുടെ ഹിന്ദി റീമേക്കായ കബ് കബി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങാനിരിക്കെയാണ് ഇദ്ദേഹത്തിന്റെ വിയോഗം. യോധയുടെ രണ്ടാം ഭാഗം ചെയ്യാനുള്ള ആഗ്രഹം അവശേഷിപ്പിച്ചുകൊണ്ടാണ് ഈ അതുല്യ കലാകാരൻ വിസ്മൃതിയിലാണ്ടത്. മലയാളം, ഹിന്ദി സിനിമകളിൽ സംവിധായകനും തിരക്കഥാകൃത്തുമായി സംഗീത് ശിവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ആമിർ ഖാനും പങ്കജ് കപൂറും വേഷമിട്ട രാഗ് എന്ന ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിക്കുന്നത്. അതിന്റെ സിനിമാറ്റോഗ്രാഫറായി എത്തിയത് സഹോദരൻ സന്തോഷ് ശിവനായിരുന്നു. പിന്നീട് അധികം വൈകാതെ വ്യൂഹം എന്ന മലയാള ചിത്രത്തിലൂടെ അദ്ദേഹം സംവിധായകനായും അരങ്ങേറ്റം കുറിച്ചു. 1992 പുറത്തിറങ്ങിയ യോധ എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തതിലൂടെയാണ് അദ്ദേഹം മലയാളത്തിലെ ഒരു മുൻനിര സംവിധായകനായി നിലയുറപ്പിക്കുന്നത്. 1/2 ഡസനിലധികം മലയാള ചിത്രങ്ങളുടെ സംവിധാനം നിർവഹിച്ച ശേഷം സണ്ണി ഡിയോളിനെ നായകനാക്കി അദ്ദേഹം തന്റെ ആദ്യ ബോളിവുഡ് ചിത്രം സോർ സംവിധാനം ചെയ്തു. ആ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ഹിറ്റൊന്നും ആയില്ലെങ്കിലും സംഗീതിന്റെ സംവിധാനത്തിലെ കഴിവ് പല നിർമ്മാതാക്കളും അഭിനന്ദിച്ചിരുന്നു. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം ജാക്കി ഷ്രോഫിന്റെ സന്ധ്യ എന്ന ചിത്രത്തിലും പിന്നീട് പന്തലൂണിന്റെ ചുരാലിയ ഹേ തുമ്നയിലും പ്രവർത്തിച്ചു. യോധ, ഗാന്ധർവം, നിർണയം എന്നീ 3 സിനിമകളിൽ മോഹൻലാലിനൊപ്പം സംഗീത് ശിവൻ പ്രവർത്തിച്ചിട്ടുണ്ട്. വ്യൂഹം, യോധ, ഡാഡി, ഗന്ധർവം, ജോണി, സ്നേഹപൂർവ്വം അന്ന, നിർണായകം, ഇഡിയറ്റ്സ്, എന്നിവയൊക്കെയാണ് മലയാള സിനിമകൾ. 1993 ഇറങ്ങിയ ജോണി എന്ന സിനിമയ്ക്ക് മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചിരുന്നു. സന്ധ്യ, ചുരാലിയ ഹേ തുമ്നെ, ക്യാ കൂൾ ഹേ തും, അപ്നാ സപ്ന, മണി മണി, ഏക് ദ പവർ ഓഫ് വൺ, ക്ലിക്ക്, യാംല, പഗ്ല ദീവാന എന്നീ ഹിന്ദി ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 2000 ഇറങ്ങിയ സ്നേഹപൂർവ്വം അന്ന എന്ന ചിത്രമാണ് മലയാളത്തിൽ ഏറ്റവും അവസാനം സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രം. അതേസമയം മലയാളത്തിൽ വമ്പൻ ഹിറ്റായ ജിത്തു മാധവന്റെ രോമാഞ്ചം ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തത് ഇദ്ദേഹമായിരുന്നു. കബ് കബി എന്ന ഈ ചിത്രം ജൂണിൽ ഇറങ്ങാനിരിക്കെയാണ് സംഗീത് ശിവന്റെ വിയോഗം. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.